പ്രിയപ്പെട്ടവരെ, ഈ ലൈവ് കാണുന്ന പ്രിയപ്പെട്ട പൊതുസമൂഹം ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സഹായിച്ചതിൻ്റെ, കൃത്യമായി ഇടപെട്ടതിൻ്റെ കൃത്യമായ ക്ലോസിംഗ് ജനകീയമായി അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ കൂടിയിട്ടുള്ളത്. ഈ ലൈവ് കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. ക്ലാരിറ്റി നോക്കണം. ചെയ്യാതെ ഫേസ്ബുക്ക് എടുത്തിട്ട് ഫോൺ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ നിയോജക മണ്ഡലത്തിലെ കുരുവട്ടൂർ പഞ്ചായത്തിലെ കുമ്മങ്ങോട്ട് താഴത്തുള്ള ഹബീബ് കട വീട്ടിലാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു കുടുംബത്തിന്റെ അവസാന ഗതികേട് കൊണ്ടാണ് മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഓരോ നാട്ടിലും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാവും. അവർക്ക് പറ്റാവുന്നതിന്റെ അപ്പുറത്തേക്ക് അവർ ശ്രമിക്കും. അതിനുശേഷവും പൈസ തികയാതെ നിൽക്കുന്ന സമയത്താണ് ആ കുടുംബത്തിന്റെ സങ്കടം ഒപ്പിയെടുത്തുകൊണ്ട് ഇതേപോലെ നന്മയുള്ള ജനങ്ങൾ, അവരവരുടെ ജീവിതം മറ്റുള്ളവർക്കായി മാറ്റിവെക്കാൻ തയ്യാറുള്ള പൊതുപ്രവർത്തകന്മാരും മറ്റുള്ള എല്ലാ ആളുകളും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇറങ്ങിച്ചേരുക. ഞങ്ങളിപ്പം വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ പഞ്ചായത്തിലെ കുമ്മങ്ങോട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന റുസ്തം ഷബാബ് എന്ന് പറയുന്ന പ്രവാസിയായ പ്രിയപ്പെട്ടവന്റെയും അതേപോലെ തന്നെ ഭാര്യ ഷഹനാസിന്റെയും പ്രിയപ്പെട്ട മകൻ, മൂത്ത മകൻ റസിൻ, 7 വയസ്സുള്ള റസിൻ മോനെ ക്യാൻസർ ബാധിച്ച്, ലുക്കീമിയ ബാധിച്ച് അവന്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിൽ അവന്റെ ചികിത്സാ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനുണ്ടായിട്ടുള്ള ചെറിയൊരു പ്രയാസം എന്ന് പറയുന്നത്, ഒന്ന്, അവര് വാടക വീട്ടിലാണ്, അവരെ കൃത്യമായി ജനങ്ങൾക്ക് വലിയ പരിചയമില്ല. എന്നിരുന്നാലും ഈ നാട്ടിലെ മകനെ പോലെ കണ്ട് ഇടപെടാൻ പറ്റാവുന്ന എല്ലാ വഴികളിലും ഈ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് സോമേട്ടന്റെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട ഹുസൈൻകുട്ടിക്കാരുടെ നേതൃത്വത്തിൽ, സനൂജിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവരെ സഹായിക്കാൻ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഇടപെടലുകളൊക്കെ ആദ്യഘട്ടത്തിൽ ഇവർ നടത്തിയിരുന്നു. അവസാനം ഇത് മറ്റുള്ളവരെ മുമ്പിലേക്ക് എത്തിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് അവർ തിരിച്ചറിയുകയും, അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഒരു കുടുംബത്തിന്റെ കണ്ണീര് പുറമെ എത്തിക്കുക, ജനങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് സങ്കടം തന്നെയാണ്. പക്ഷെ മറ്റൊരു മാർഗവും ഇല്ലാത്തതിന്റെ പേരിൽ ആ പ്രിയപ്പെട്ടവന്റെ സങ്കടം നമ്മൾ ഒപ്പിയെടുത്ത് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഓഫീസൊക്കെ തുറന്ന് പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, അവന്റെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് സ്കൂളിൽ പോകാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ട ഒരു പൊന്നുമോന്റെ കരച്ചിൽ, 3 വർഷമായി ആഗ്രഹിക്കുന്ന ആ പൊന്നുമോന്റെ ഒരു കരച്ചിൽ. സ്വന്തമായി വീടില്ല, ഒരു സന്തോഷം അനുഭവിക്കുന്നില്ല, മരുന്നുകളും സൂചികളുമായി ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. ഇത്തരം സാധാരണ കുടുംബങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഇത്തരം വലിയ പ്രതിസന്ധികൾ വന്നാൽ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുടുംബങ്ങളൊക്കെ വീഡിയോ ജനങ്ങളെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പലരും തിരക്കിലായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ ഞാൻ മനസ്സിലാക്കിയത്, ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ഉത്ബുദ്ധരാണെങ്കിലും പൊതുവിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന, ഒറ്റക്കെട്ടായി നിൽക്കുന്ന വലിയ സംവിധാനത്തിലേക്കാണ് കുമ്മങ്ങോട്ട് താഴത്തിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ഇവരൊക്കെ പൊളിറ്റിക്കലായി തിരക്കുകൾക്കിടയിൽ ഈ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി അഹോരാത്രം ശ്രമിച്ചിട്ടുള്ള, ആരോഗ്യവും സമയവും മാറ്റിവെച്ചിട്ടുള്ള ആളുകളാണ്. അതിന്റെ കൃത്യമായ വൈൻഡപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നു, 10 ദിവസങ്ങൾക്ക് മുമ്പേ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ സർജറി നടക്കേണ്ടതായിരുന്നു. പക്ഷേ സർജറിയുടെ തലേ ദിവസമാണ് ആ മോന് കോവിഡ് പോസിറ്റീവ് നിർണയിച്ചത്. ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ സർജറി പ്രഖ്യാപിച്ചത്. പക്ഷേ കോവിഡ് പോസിറ്റീവായിട്ട് വന്നതുകൊണ്ട് സർജറിയുടെ തലേന്ന് തന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് താമസം മാറ്റി കോവിഡ് നെഗറ്റീവായി വീണ്ടും ഇന്നലെ അവനെ സർജറിക്ക് വേണ്ടി പ്രവേശിച്ചിട്ടുണ്ട്. 3-4 ദിവസം കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസങ്ങൾക്കകം തന്നെ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ സർജറി നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വിഷയം
കൃത്യമായി ഉൾപ്പെടുത്തണം എന്ന് കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കറിയാം, ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഫണ്ട് പിരിവ് പോലും ഇതേപോലെ അല്ലാതെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്കിത് രഹസ്യമാക്കി വെക്കാം. ഇത്രേ വന്നുള്ളൂ, ഇത്രേ ചെയ്തുള്ളൂ, ഇത്രേ കിട്ടിയുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് രഹസ്യമാക്കി വെക്കാമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്കും ഇവിടെയുള്ള പൊതുപ്രവർത്തകന്മാർക്കും നാളെ ഒരുപാട് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിന്റെ പരമ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകളും ഇത്തരം ചികിത്സാ ഫണ്ടുകളും ഏറ്റെടുക്കുന്ന സമയത്ത് സുതാര്യമായി സത്യസന്ധമായി അവതരിപ്പിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ചാരിറ്റിയാണ്. സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്നത് ആരൊക്കെയോ സഹായിക്കും, ലോകത്തെ പല സ്ഥലങ്ങളിലുള്ള ആളുകളും സഹായിക്കും. ഇത് സത്യസന്ധമായി നിലനിർത്തിയില്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ വീഡിയോകൾ ചെയ്യും, പൈസ ആയിട്ടും ഡബിൾ ആയാലും അവിടെ ആകെ കാണിക്കുക ഇന്ന രോഗിയെ ചേർത്ത് പിടിച്ച പൊതുസമൂഹത്തിന് നന്ദി എന്ന് മാത്രമേ കാണുള്ളൂ. എന്ത് കാണില്ല, എത്ര പൈസ കാണില്ല, അതിന്റെ സ്റ്റേറ്റ്മെന്റ് കാണൂല, എക്സ്പെൻസ് എത്രയെന്ന് കാണൂല, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു എന്ന് പോലും കാണാൻ പറ്റാത്ത രൂപത്തിൽ ഈ മേഖലയെ ചില ആളുകൾക്കെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവസരമാക്കിയിട്ട് ഇത് ആളുകൾ മാറ്റുമ്പോൾ ഇതിനെ കൃത്യമായി തിരിച്ച് സത്യസന്ധമായ മാർഗത്തിലേക്ക് സുതാര്യതയിലേക്ക് കൊണ്ടുവരണം. കാരണം ഇത് ആരുടെ പൈസയാണ്? പാവപ്പെട്ട ജനങ്ങളുടെ പൈസയാണ്, പാവപ്പെട്ട പ്രവാസികളുടെ പൈസയാണ്. അവരുടെ ആ പണത്തിന് വലിയ മൂല്യമുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇത്ര രൂപത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് 9 അക്കൗണ്ടുകളാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ 1, 2, 3, 4, 5, 6 അക്കൗണ്ടുകൾ പ്രിയപ്പെട്ട റസിൻ മോന്റെ ഉമ്മയുടെ പേരിലായിരുന്നു. അതേപോലെ തന്നെ 2 അക്കൗണ്ടുകൾ റസിൻ മോന്റെ ഉപ്പയുടെ പേരിലാണ്. ഫെഡറൽ ബാങ്ക് മുക്കം ഷഹനാസ് ഉമ്മയുടെ പേരിൽ വന്നിട്ടുള്ളത് 4,12,150 രൂപ 52 പൈസ. കാനറ ബാങ്ക് പറമ്പിൽ ബസാറിലെ കുട്ടിയുടെ ഉപ്പയുടെ പേരിൽ ഷബാബിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 19,612 രൂപ 86 പൈസ. കനറ ബാങ്ക് മാവൂർ റോഡ് ഷഹനാസിന്റെ പേരിൽ വന്നിട്ടുള്ളത് 34,302 രൂപ 7 പൈസ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മെഡിക്കൽ കോളേജ് ഉമ്മയുടെ പേരിൽ ഷഹനാസിന്റെ പേരിൽ വന്നിട്ടുള്ളത് 3,08,340 രൂപ 39 പൈസ. SBI ഏത് ബ്രാഞ്ചാ? SBI കക്കോടി ഷബാബിന്റെ പേരിൽ വന്നിട്ടുള്ളത് 81,821 രൂപ 60 പൈസ. ഇന്ത്യൻ ബാങ്ക് മുക്കം ഷഹനാസിന്റെ പേരിൽ വന്നിട്ടുള്ളത് 1,65,025 രൂപ. കേരള ഗ്രാമീൺ ബാങ്ക് മാനിപുരം ഷഹനാസിന്റെ പേരിൽ വന്നിട്ടുള്ളത് 2,14,910 രൂപ 29 പൈസ. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കോഴിക്കോട് ഷഹനാസിന്റെ പേരിൽ വന്നിട്ടുള്ളത് 84,510 രൂപ. അങ്ങനെ ടോട്ടൽ ബാങ്ക് സംവിധാനത്തിലൂടെ വന്നിട്ടുള്ളത് 16 ലക്ഷം രൂപയാണ് ഈ പ്രവർത്തനങ്ങളുമായി ഇത്തരം 8ഓളം അക്കൗണ്ടുകളിൽ വന്നിട്ടുള്ളത്. ഇനി ജനകീയ കമ്മിറ്റി റസീപ്റ്റ് മുഖാന്തരം ഇവിടുത്തെ സംഘടനാപരമായി മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്ന മാഷയുടെ റെസിപ്റ്റ് മുഖാന്തരം അതേപോലെ തന്നെ സംഘടനാപരമായി ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് 16,46,396 രൂപ. ഒരിക്കൽ കൂടി കൃത്യമായി മനസ്സിലാക്കുക, റെസിപ്റ്റ് കളക്ഷൻ ഇവിടെ വന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള സ്പോൺസർ അടക്കം ടോട്ടൽ പിരിക്കാൻ സാധിച്ചിട്ടുള്ളത് 16,46,396 രൂപയാണ്. ആ രൂപത്തിൽ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഓരോ പുസ്തകവും അതിന്റെ ഓരോ റെസിപ്റ്റും ആ സംഘടനയുടെ പേരും ആരൊക്കെ തന്നു എന്നുള്ളത് കൃത്യമായി കമ്മിറ്റിയുടെ കൈകളിലുണ്ട്. ആർക്കെങ്കിലും സംശയമോ ആർക്കെങ്കിലും പരിശോധിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എവിടെ വരാം? ജനകീയ കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്, ജനകീയ കമ്മിറ്റിയെ ബന്ധപ്പെടാവുന്നതാണ്. അത് കൃത്യമായി ജനകീയ കമ്മിറ്റി കൃത്യമായി നിങ്ങളോട് അവതരിപ്പിക്കുന്നതാണ്. ടോട്ടൽ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത് 32,46,396 രൂപ. നിങ്ങളെല്ലാവരെയും സഹായങ്ങൾ കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ നിലവിൽ ഹോസ്പിറ്റലിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെലവായിട്ടുള്ള തുക എന്ന് പറയുന്നത് 11,98,967 രൂപ. ഒരിക്കൽ കൂടി 11,09,867 രൂപയാണ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. അതിൽ ഹോസ്പിറ്റൽ ബില്ലിലേക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലേക്ക് പോയിട്ടുള്ളത്
10,83,437 രൂപ ഈ സമയം വരെ സർജറിയുടെ 2 ദിവസം മുന്നേ വരെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ഇന്ന് അവിടെ പോയി 6 ലക്ഷം രൂപ മകന്റെ സർജറിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും കണക്കുകളും എന്ന് പറയുന്നത്. ഇത് കൃത്യതയോടുകൂടി അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു മാർഗവും ഇല്ലാത്തതിന്റെ പേരിലായിരിക്കും ഇതേപോലുള്ള ആളുകളും സംഘടനകളും ഒക്കെ വരുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്നെ കാണാൻ വന്നത് കക്കോടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CPM-ന്റെ നേതാവ്, ആളെ പേരെന്തായിരുന്നു? അല്ലല്ല, ഒരാണോ മുൻ ആണോ? ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NCP-കാരൻ, NCP-യിലെ പഴയ DIC-കാരനാന്ന് പറഞ്ഞു, താടിയുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CPM-കാരനായിട്ട് നേതാവ്. അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നു. 6-7 ആളുകൾ എന്റെ വീട്ടിലേക്ക് വന്നു. അവര് വന്നിട്ട് പറഞ്ഞത് അവരെ നാട്ടിലുള്ള 26 വയസ്സുള്ള ആകാശോ അക്ഷയോ ഏതാണെന്ന് എനിക്കറിയില്ല, ആ പ്രിയപ്പെട്ട മോന്റെ അച്ഛനും ഉണ്ടായിരുന്നു. ശ്രീ ചിത്തിര ഹോസ്പിറ്റലിൽ, എവിടെ, തിരുവനന്തപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഒരു ചെറുപ്പക്കാരനാണ്, 26 വയസ്സുള്ളവനാണ്. വാൽവ് മാറ്റി വെക്കാൻ 20 ലക്ഷം രൂപ വേണം. ഞാൻ ചോദിച്ചു, സർക്കാർ ഹോസ്പിറ്റലിലല്ലേ, പിന്നെ എന്തിനാണ് ഈ പൈസ എന്ന് ചോദിച്ചപ്പോ വിദേശത്ത് നിന്ന് എന്ത് കൊണ്ടുവരണം, അതിന്റെ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണമെങ്കിൽ 20 ലക്ഷം രൂപ. ഞാൻ ചോദിച്ചു, നമുക്ക് ഇറങ്ങിക്കൂടെ, കക്കോടിയിലെ ജനങ്ങൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ വിചാരിച്ചാൽ ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ചെറിയ ചെറിയ പൈസ പോലും സമാഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത് ഇതിന്റെ മുമ്പ് 2 ആളുകൾക്ക് വേണ്ടി വൃക്ക മാറ്റിവെക്കാൻ വേണ്ടി സമാഹരിച്ചു, അതിപ്പോ ഹോൾഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇറങ്ങി തിരിക്കണമെങ്കിൽ ആളുകൾക്ക് എന്ത് വേണം? വിശ്വാസ്യത വേണം, അതിനൊരു ക്രെഡിബിലിറ്റി വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾ ഏറ്റെടുക്കുള്ളൂ. ഇത് എന്റെ കയ്യില് ഞാൻ വീഡിയോ ചെയ്യേണ്ട ഫയലുകളാണ്. ഞാൻ വീഡിയോ ചെയ്യേണ്ട ബാധ്യതയുള്ള ഫയലുകൾ. ഇത് 2 ദിവസമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഫയലുകളാണ്. ഈ ഫയലുകളൊക്കെ എക്സസ് ഫണ്ട് വരുമ്പോഴോ മറ്റുള്ള സംവിധാനത്തിലൂടെ മാത്രമേ ഉള്ളൂ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെ ആരും കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം നിയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്കൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല, ഒരു സംവിധാനം ഏറ്റെടുക്കണം. പക്ഷേ ഈ മേഖല നിൽക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി പോകുന്നത്. അത് ജനങ്ങൾ സുതാര്യമായി എടുത്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രയാസമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇനി എല്ലാ പ്രവർത്തനങ്ങളും പരമാവധി ആപ്പ് മുഖേന നമ്മൾ ട്രസ്റ്റ് രൂപീകരിച്ചു കഴിഞ്ഞു. ട്രസ്റ്റിലൂടെ ആപ്പ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എങ്ങനത്തെ ഇടപെടലാണോ നടത്തിയിട്ടുള്ളത്, അതേപോലെ നാട്ടുകാർ കൂടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇട്ടേച്ച് പോകുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ പോവുകയാണ്. കാരണം വൈകുന്നേരം വരെ നമ്മൾ വെള്ളം കോരിയിട്ട് അവസാനം ഒരു ഇടപെടലും നടത്താതെ ഒരു സംവിധാനവും ചെയ്യാതെ ഇതേപോലെ ഒന്നൊന്ന് കൂടാൻ പറഞ്ഞാൽ പോലും ആളുകൾ തയ്യാറാവാതെ പൈസ വരുമ്പോൾ സ്വഭാവം മാറുന്ന കമ്മിറ്റിക്കാരുണ്ട്, സ്വഭാവം മാറുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കണോ? വേണോ? വേണ്ട. അർഹതപ്പെട്ട ആളുകൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക, അവരെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടം നടത്തുകയാണ്. അതുകൊണ്ട് ആപ്പിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് പറയുന്നു. ഇനി നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ കണ്ടാ പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ MP അവർ വിളിച്ച് ഞാൻ അടിയന്തരമായി ഇത് കഴിഞ്ഞാൽ നേരെ തൃശ്ശൂരേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ഒരു തൃശ്ശൂരിലെ സുജിത് കുമാർ എന്ന് പറയപ്പെടുന്ന മോനാണ്. തൃശ്ശൂർ ജില്ലയിലെ വെള്ളങ്ങല്ലൂർ കളപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആക്സിഡന്റ് പറ്റി തലയോട്ടിയിലെയും മുഖത്തെയും എല്ലുകളൊക്കെ ഡിസോർഡർ ആയിപ്പോയി, പല സ്ഥലങ്ങളിലായി നിൽക്കുകയാണ്. ഫണ്ടില്ല. ഇനിയും അടിയന്തരമായി 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണം. ഒരു സംവിധാനവുമില്ല. ആകെയുള്ളത് ഇനി ജനങ്ങൾ മാത്രമാണ്. ഈ വീഡിയോ വരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ആളുകൾ കൂടെ നിൽക്കണം, ഏറ്റെടുക്കണം. ഒരിക്കൽ പോലും നിങ്ങൾ സഹായിക്കുമ്പോൾ മതം നോക്കരുത്. ഞാൻ കൃത്യമായി പറയുന്നു. ചിലപ്പം പലതരത്തിലുള്ള മതക്കാരായിരിക്കും, പലതരത്തിലുള്ള ഇടപെടലുകളായിരിക്കും. രാഷ്ട്രീയമോ മതമോ സഹായത്തിന് ഒരു തടസ്സമാവാൻ പാടില്ല. പ്രിയപ്പെട്ട മുക്കത്തെ പ്രജീഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ സങ്കടം നിങ്ങൾ കാട്ടു. 58 തവണ രക്തദാനം നടത്തിയ പ്രിയപ്പെട്ടവൻ, കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് 2 ഇരട്ട കുട്ടികൾ വന്നപ്പോ അവരെ കാണാൻ വന്ന പ്രജീഷാണ്. ഒരുപാട് പൊതുപ്രവർത്തനം നടത്തിയ ആ പ്രിയപ്പെട്ടവനാണ് ഇന്ന് വിലാപയാത്രയായി മുക്കത്തിന്റെ അവന്റെ വീട്ടിൽ ചിതാഭസ്മമായിട്ട് മാറിയിട്ടുള്ളത്. അവന്റെ പ്രയാസം വന്നപ്പോ 25 മിനിറ്റ് കൊണ്ടാണ് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഞാൻ കൈ ഉയർത്തിയപ്പോ 28 ലക്ഷം രൂപ അവിടുത്തെ പൊതുസമൂഹം നൽകി. 25 മിനിറ്റ് കൊണ്ട്
ജനങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോ അത്രമാത്രം ആ പ്രിയപ്പെട്ടവൻ ആ നാടിനെന്തായിരുന്നു, വേണ്ടപ്പെട്ടവനായിരുന്നു. അങ്ങനെ നന്മയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പൊതുപ്രവർത്തകന്മാരും ആളുകളും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സംസാരം, നമ്മളെ പ്രവർത്തികൾ, നമ്മുടെ നാട്ടിലുള്ള ഇടപെടലുകൾ നല്ലതാവാതെ വരുമ്പോ നമുക്കൊരു പ്രയാസം വന്നാൽ ഒരാൾ പോലും ഉണ്ടാവില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാനും പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. എന്റെ കൂടെയുള്ള ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളോടും ദേഷ്യം വെക്കണ്ട, ഒരാളോടും അങ്ങാടിയിൽ തല്ലുകൂടാൻ പോകണ്ട, രാഷ്ട്രീയം പറഞ്ഞ് അതിനുവേണ്ടി മരിക്കാൻ പോകണ്ട, സംഘടനയുടെ പേരിൽ മരിക്കാൻ പോകണ്ട, ഒന്നും ചെയ്യണ്ട. ഉള്ള സമയത്ത് ചിരിച്ചുകൊണ്ട് സമാധാനത്തിൽ നിന്നില്ലെങ്കിൽ നാളെ നമുക്കും ഇതേപോലെ പ്രയാസം വരുമ്പോ നാട്ടുകാർ നമുക്കെന്താവും, തിരിഞ്ഞു കുത്തേണ്ട ഒരവസ്ഥ വരാൻ പാടില്ല. പ്രജീഷ് നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം അവന്റെ നാട് അവൻ മരണപ്പെട്ടപ്പോ അത് സുഹൃതം ചെയ്യണം. അവൻ രാഷ്ട്രീയ നേതാവോ MLA ഒന്നുമല്ല. അവൻ മരണപ്പെട്ടപ്പോ എല്ലാ വിഭാഗം ജനങ്ങളും അവനെ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, കണ്ണീരോടുകൂടി ആ പ്രിയപ്പെട്ടവനെ നെഞ്ചോട് ചേർത്ത് യാത്രയാക്കി എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുക. അതുകൊണ്ട് കുമ്മങ്ങോട്ട് താഴത്തെ ഈ ഒരു ഐക്യവും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ. ചെറുപ്പക്കാർ നല്ല പങ്കാളിത്തം ഇവിടെ ഉണ്ട്, നല്ല ഐക്യം ഇവിടെ ഉണ്ട്. ആ ഐക്യം നിലനിന്നുകൊണ്ട് ആരെങ്കിലും തമ്മിൽ, ഞാൻ അടിവരയിലൂടെ പറയുന്നു, മാനസികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ അത് പരിഹരിച്ച് മുന്നോട്ട്, എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല, ഉള്ളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ സംഘടനാപരമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുമുള്ള ഒരു ശ്രമം ഉണ്ടാവണം. നാളെ അവന്റെ ആളാണല്ലോ, ഇവൻ ഇന്ന ആളാണല്ലോ, അവന്റെ വീട്ടിൽ എങ്ങനെയാണല്ലോ, അങ്ങനത്തെ ചർച്ചകളൊന്നും വേണ്ട. ആരാണ് നാളെ ഉപകാരപ്പെടുക എന്ന് നമുക്കറിയില്ല. കാരണം ഇന്ന് റസിന്റെ വിഷയം വന്നപ്പോ വരേണ്ടി വന്നത് ഇവിടുത്തെ ആളാണ്, കുന്നമംഗലത്ത് നിന്ന് ഇവിടെ വരേണ്ടി വന്നു. അതുകൊണ്ട് അർഹതപ്പെട്ടവനെ ചേർത്ത് പിടിക്കുക. ഈ മനുഷ്യനൊക്കെ ഞാൻ ഒരു കാര്യം എന്നോടും ഞാൻ അയാളോടും പറഞ്ഞപ്പോ തകർന്നുപോയി. അങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാ വിഷയങ്ങളിലും ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്ക് വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല. ഇവരെ കുടുംബം വേണം നോക്കി നടന്നാൽ മതി. പക്ഷേ ഇത്തരം പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി റസീനെ സഹായിച്ച ഓരോ ആളുകൾക്കും, വ്യക്തികൾക്കും, ബീച്ചിലിറങ്ങിയ പ്രിയപ്പെട്ട കുട്ടികള്, അതേമാതിരി കളക്ഷൻ നടത്തിയിട്ടുള്ള ആളുകൾ, ഇതിനെ എവിടെ നിന്നൊക്കെ രഹസ്യമായി സഹായിച്ച ആളുകളുണ്ടാവും. അവരോടൊക്കെ ഉള്ള നന്ദി. അള്ളാഹുവിനും അറിയാം, ദൈവത്തിനും അറിയാം ആരൊക്കെ ഇതിന് സഹകരിച്ചു. പേരെടുക്കാനോ പ്രശസ്തിക്കോ ഷോ ചെയ്യാനോ അല്ലാതെ കൂടെ നിന്നുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ ആ മോന് വേണ്ടിയാണ് എന്ന രീതിയിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. കൃത്യതയോടുകൂടി സുതാര്യതയോടുകൂടി ഇടപെട്ട ജനകീയ കമ്മിറ്റി ഒരു മാതൃകയായിട്ട് എന്നും നിലനിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാകണം. റസീൻ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന്റെ സർജറി നാളെ മറ്റന്നാളുമായിട്ട് നടക്കും എന്നുള്ളത് കൂടി കൃത്യമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ചെയർമാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഹമ്മദ് റസീന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾ, കാണുന്നവരും കാണപ്പെടാത്തവരുമായിട്ടുള്ള ഒട്ടേറെ ആളുകൾ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആ സഹായത്തിനൊക്കെ തന്നെ ഈ കമ്മിറ്റിയുടെ പേരിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിന് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഈ സൽകൃത്യം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ വളരെയധികം നന്ദി പറയുന്നു, നിർത്തുന്നു. സുമേട്ട, എനിക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയമുള്ള രൂപത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു കുറ്റപ്പെടുത്താൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിന്റെ കൂടെ ഒന്നുകൂടെ പറയട്ടെ. ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ 16 ലക്ഷത്തോളം രൂപ കമ്മിറ്റി തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളെ, തെരഞ്ഞെടുപ്പും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വന്ന സമയത്ത് ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് കഴിയാതെ വന്ന ഒരു അവസരത്തിലും ഈ ഫണ്ട് പൂർണ്ണമായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന ഘട്ടത്തിലാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഷമീറിനെ ഞങ്ങൾ സമീപിച്ചത്. ആ സമീപിച്ച സമയത്ത് അത് വളരെ നല്ല മനസ്സോടുകൂടി അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഗതി നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ വർണ്ണമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയല്ല അദ്ദേഹം ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്. ഒട്ടേറെ ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തുക സമാഹരിച്ച് നൽകിയിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളോടോ ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്നത്തെ ദിവസം
പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരുങ്ങാനുള്ള ഒരു സമയക്കുറവുണ്ടായി എന്ന് അല്ലാതെ മറ്റൊരു പ്രയാസവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തെ ആ രീതിയിൽ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം ഉണ്ടായില്ല. അത് ഇന്ന് രാവിലെയാണ് പൂർണ്ണമായും ഇന്ന് 6 മണിക്ക് ഇവിടെ നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു സമയക്കുറവ് ഉണ്ടായിട്ടുണ്ട്. വേണ്ടത്ര ആളുകളെ കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ പ്രത്യേകം ഈ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തെ അനുമോദിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൂടെ ഞങ്ങൾ ഈ ഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് എന്നുകൂടെ പ്രിയപ്പെട്ട സനൂജാണ് വിഷയം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ട്രഷററാണ് പ്രിയപ്പെട്ട സനൂജ്. പ്രിയപ്പെട്ടവരെ, റസിൻമോൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം ഞങ്ങളെ സമീപിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു മനസ്സായിക്കൊണ്ടാണ് റസിൻമോൻ്റെ ചികിത്സയിലേക്ക് ആവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. ജനകീയ കമ്മിറ്റി ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളുടെ സമീപിക്കുകയും എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ ഏറ്റെടുക്കുകയും ആ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ വലിയൊരു തുക കണ്ടെത്താനുള്ളതായിരിക്കുന്ന ഒരു പ്രയാസം നാട്ടിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ സമീപിച്ചത്. അദ്ദേഹം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹത്തെ ഞങ്ങൾ പോയി കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം നേരിട്ട് ഈ പ്രദേശത്ത് വരികയും റസിൻമോനെ കാണുകയും റസിൻമോൻ്റെ ജീവിത സാഹചര്യങ്ങൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചോദിച്ച് മനസ്സിലാക്കി, ആ കുടുംബവുമായി ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി ആ കുടുംബത്തിൻ്റെ ചികിത്സാ ഉത്തരവാദിത്തം ഞാൻ കമ്മിറ്റിയോടൊപ്പം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഈ കമ്മിറ്റിയോട് പറയുകയുണ്ടായി. വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് ആ സന്ദർഭത്തിൽ ഉണ്ടായത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചോളം എനിക്ക് അദ്ദേഹത്തെ 10 വർഷക്കാലം മുമ്പേ അറിയാവുന്ന ഒരാളാണ്. 10 വർഷക്കാലമായി ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന, സംസാരിക്കുന്ന, സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹവുമായി ഞങ്ങൾ ഈ വിഷയം അഭിപ്രായപ്പെട്ടപ്പോൾ, അദ്ദേഹത്തോട് ഈ ചികിത്സ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, മറ്റൊരുപാട് തിരക്കുകളും മറ്റുള്ള സ്ഥലങ്ങളിലെ ചികിത്സയുടെ കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രദേശത്ത് വന്ന് റസിൻമോൻ്റെ ചികിത്സാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയുണ്ടായി. വളരെ സുതാര്യമായിട്ട്, വളരെ സത്യസന്ധമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഈ നിമിഷം വരെ ഒരു രൂപ പോലും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അല്ലാത്ത രീതിയിൽ വരുമ്പോൾ അതിന് കൃത്യമായ രസീത് ഉണ്ടോ എന്നും അതിന് കൃത്യമായ രേഖകളുണ്ടോ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ ഞങ്ങളവിടെ അദ്ദേഹത്തെ കാണാൻ പോയി ചോദിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോൾ പല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുമ്പിലിരിക്കുന്ന ഫയലുകൾ, ആ ഫയലുകൾ ഞങ്ങൾ ഇന്നലെ കാണുകയുണ്ടായി. ആ ഫയലുകൾ എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെ, ഈ സംസ്ഥാനത്തെയും അന്യ സംസ്ഥാനത്തെയും ഒക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വന്ന് കാണുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്തു തരാൻ പറ്റുക, എന്നെ സഹായിക്കാൻ വേണ്ടി എങ്ങനെയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ആളുകൾ വന്ന് കാണുമ്പോൾ MLA മാരുണ്ട്, MP മാരുടെ കത്തുണ്ട്, പൊതുപ്രവർത്തകന്മാരുടെ കത്തുണ്ട്, അങ്ങനെ ബന്ധപ്പെട്ട അധികാരികളുടെ കത്തുണ്ട്. അവരെല്ലാം കത്തുമായി വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, ഒരു സംശയവുമില്ല, ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് 1 രൂപ പോലും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞു, തിരക്കുകളിൽ എൻ്റെ പ്രൊഫഷൻ, അദ്ദേഹം വക്കീലാണ്, എൻ്റെ പ്രൊഫഷൻ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ വീണ്ടും അതിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് പോകാനുള്ള കാരണം എൻ്റെ കുടുംബത്തെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പ്രതിസന്ധിയുണ്ട് എന്നാണ് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായത്. അപ്പോൾ ഞങ്ങളത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും 2 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്കും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ആക്സസ് ഫണ്ടുകൾ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അത് നൽകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പല ആളുകളും കമ്മിറ്റി അവരുടെ ഉത്തരവാദിത്തം ഞാൻ മാറുമ്പോൾ ചില ആളുകൾ എന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നും ഒരുപാട് ഫയലുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഓരോ കമ്മിറ്റികളുടെ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി അവർ ചെയ്ത് മുന്നോട്ട് പോകും. ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന ഈ വ്യക്തി നമ്മളെ സംബന്ധിച്ചോളം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും, ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ നോക്കിക്കുന്നത്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഞാനൊരു കാര്യം ഈ കമ്മിറ്റിയോട് ഞങ്ങൾ തീരുമാനിച്ചെടുത്തൊരു കാര്യമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഷമീർക്ക നിങ്ങൾ ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നൽകാറുള്ളത് ഒരു മൊമെൻ്റോആണ്. അങ്ങനെ ആദരിച്ചാണ് നിങ്ങളെല്ലാവരും വിടാറുള്ളത്. ഞങ്ങൾ ഇന്ന് രാവിലെ കൂടിയ ജനകീയ ഞങ്ങളുടെ നാട്ടിലെ കമ്മിറ്റി തീരുമാനിച്ചത്, നിങ്ങൾ എല്ലാ മാസവും ഒരുപാട് കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സ്നേഹോപകാരം ആ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന ഭക്ഷണ കിറ്റിലേക്കുള്ള
കിറ്റുകളാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനകീയ കമ്മിറ്റി നൽകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും, അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള അദ്ദേഹം ഏറ്റെടുക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളിലും ഈ നാട്ടിലെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങളെ എല്ലാ പ്രവൃത്തിയിലും ഞങ്ങളും ചേർത്ത് പിടിച്ച് മുന്നോട്ടുണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ സന്ദർഭത്തിൽ നൽകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇയാൾക്ക് ക്യാമറ കമ്പനി പ്രിയമുള്ളവരെ, നമ്മുടെ ഇരുപത്തോട് AP സ്കൂളിലാണ് നമ്മുടെ റസിൻ പഠിക്കുന്നത്. അവൻ്റെ ചികിത്സാ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ HM ജേഴ്സി ടീച്ചറുടെ നേതൃത്വത്തിലും ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിലും ഒരു കുഴപ്പമില്ലാത്തൊരു ഫണ്ട് നമ്മുടെ കമ്മിറ്റിക്ക് നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുൻ AO പോൾ സാറിൻ്റെ നേതൃത്വത്തിലും കുന്നമംഗലം സബ് ജില്ലയിലെ എല്ലാ സ്കൂളിൽ നിന്നും ഒരു വലിയൊരു ഫണ്ട് സമാഹരിച്ച് നമ്മുടെ ഈ കമ്മിറ്റിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റസിനെ ചേർത്ത് പിടിച്ച പിന്നെ നമ്മുടെ ജനകീയ കമ്മിറ്റിക്കും അതേപോലെ തന്നെ എന്താണ് ഷമീർക്കായിക്കും ഞങ്ങളെ സ്കൂളിൻ്റെ പേരിലും അതേപോലെ തന്നെ കുരട്ടൂർ AP സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും ഇത് പ്രിയപ്പെട്ട നൗഷാദൊക്കെയാണ്. 15 വർഷം മുന്നേ ഇൻഡോർ സ്റ്റേഡിയത്തിനടുത്ത് ഞാനൊരു സാധനം വാങ്ങാൻ പോയപ്പോ അന്നും ചാമ്പക്ക പോലെയാണ്. അന്ന് ഞാൻ മനുഷ്യനെ കണ്ടത് പിന്നെ കഞ്ഞിവെള്ളം മുക്കി ഇസ്തിരിട്ട അതേ ഡ്രസ്സ്. പടച്ചോന്റെ അനുഗ്രഹം എന്നും ഈ മനുഷ്യരുണ്ട്. ചിലപ്പോ ഇത് മാത്രമേ ചിലപ്പോ ഉണ്ടാവുള്ളൂ, ഉള്ളെന്താന്ന് എനിക്കറിയില്ല. ആ ഒരു സൗന്ദര്യവും ആ ഒരു എന്താ പറയാ ആ ഡ്രസ്സിലൊരു വൃത്തിയും എന്നുള്ളത് നൗഷാദ് നമ്മളോട് സംസാരിക്കും. നമ്മളെ ഈ റസിൻ ചികിത്സ സഹായ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു ആശങ്കയുണ്ട്, ഇതെങ്ങനെ ഇത് സ്വരൂപിച്ചെടുക്കാൻ എന്നത്. അത് നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായി. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ നമുക്കറിയാം, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനും മറ്റു മതചിന്തകൾക്കും ഒക്കെ അതീതമായി ഒത്തൊരുമിച്ച് കുറേ സ്ത്രീകളുണ്ടായിരുന്നു. നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്ത്രീകളുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് ഷമീർക്ക് സ്വരൂപിച്ച് അത്ര തന്നെ കാശ് ഇവിടെ സ്വരൂപിക്കാൻ സാധിച്ചു. പിന്നെ അതിനൊക്കെ പുറമെ നമുക്കറിയാം, നമ്മൾ ഈ വിഷയമായിട്ട് ഷമീർക്കായി ബന്ധപ്പെട്ടപ്പോൾ വളരെ താല്പര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം അനുജനെ പോലെ ഒരു മകനെ പോലെ കണ്ട് വീട്ടിൽ വന്ന് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും അത് അക്ഷരാർത്ഥത്തിൽ അത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും അതിലുപരി നമ്മൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായി പെട്ടെന്ന് തന്നെ അത് നിറവേറ്റാൻ സാധിച്ചു. അതിനുള്ള നമുക്കുള്ള കടപ്പാട് എങ്ങനെയാണ് നമ്മൾ ഷമീർക്കാക്ക് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഷമീർക്കാക്ക് ഇതുപോലുള്ള സംഗതികൾ ഇനിയും കൂടുതൽ ചെയ്യാൻ നമ്മളെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവണം. പിന്നെ നമ്മളെ ആ കുട്ടീൻ്റെ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ നടക്കുമെങ്കിലും കൂടിയിട്ട് വല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഷമീർക്ക് അവിടെ പറഞ്ഞതുപോലെ ആ കുട്ടീൻ്റെ രോഗശമനത്തിന് വേണ്ടിയും ഈ ഓപ്പറേഷൻ സക്സസ് ആകാൻ വേണ്ടിയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഷമീർക്കായുമായിട്ട് കൂടി ആലോചിച്ച് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വേണ്ട സപ്പോർട്ടും ചെയ്യണം. ഇത്രയേ പറയുന്നുള്ളൂ. വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി കൃത്യമായി പറയുന്നു, ആ കുട്ടിക്ക് ഇനി ട്രീറ്റ്മെന്റ് സംവിധാനം ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്. ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അവരെ പൈസ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇനിയും പൈസ വന്നാൽ, എനിക്ക് ജീവനുണ്ടെങ്കിൽ, എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അതിന്റെ ഫണ്ട് കൂടി നമുക്ക് ഇനിയൊരു വീഡിയോ അവന് ചെയ്യാൻ പാടില്ല. അപ്പം മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ എന്താക്കി തരണം, വിജയിപ്പിച്ച് തരണം. ഇനിയും പറയാൻ പറ്റില്ല, ഇൻഫെക്ഷൻ ബാധിക്കാം, എല്ലാം സംഭവിക്കാം. ചിലപ്പം വലിയൊരു എമൗണ്ടിലേക്ക് പോകേണ്ടി വരും. എന്നിരുന്നാലും ഞാൻ വാക്ക് നൽകുന്നു, ആ മോന് ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ നമുക്ക് അത് ഏറ്റെടുക്കണം. ഇനി വീഡിയോ ചെയ്യാതെ നമ്മൾ ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനം കൂടി, ആ കുട്ടിയുടെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ നാടിനെ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ എപ്പോഴാണോ അത് പൈസ കൊടുത്ത് ക്ലിയറായി കൃത്യമായി മോണിറ്റർ ചെയ്യും. അതേപോലെ തന്നെ MSWക്കാരി ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത് അല്ലേ? മോൾക്ക് എന്തോ സംസാരിക്കണം, സംസാരിച്ച മോളൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. അഭിപ്രായ മോളല്ലേ? ആ വാ, എനിക്ക് ചായ എന്ന ഉമ്മന്റെ മോളാണ്. നല്ല കാര്യമല്ലേ? പൈസ തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. ഞാൻ പഠിച്ചത് വെച്ചിട്ട് ഈ കുട്ടിക്ക് ഇനിയിപ്പം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നീടും ഭാവിയിൽ പല ആവശ്യങ്ങളും വരും. അപ്പം എല്ലാവരും
ഈ നാട്ടിലുള്ള എല്ലാവരും സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നന്ദി, സഹായിച്ച എല്ലാവരോടും. അഭിപ്രായം സംസാരിക്കണോ? ഇനി ആരെങ്കിലും പ്രിയമുള്ളവരെ, മനുഷ്യന്റെ കാരുണ്യത്തിന്റെ ഉറവ പറ്റിയിട്ടില്ല എന്ന് തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. എവിടെയോ കിടക്കുന്ന കുന്നമംഗലത്ത് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ വക്കീല് ഇത്രയും നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനൊരു നേതൃത്വം കൊടുത്തു എന്നുള്ളത് വളരെ മഹത്തായ കാര്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ ഈ നാട്ടില് അങ്ങനത്തെ വലിയൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത ആളുകൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയൊന്നും പണം പിരിച്ചെടുക്കാൻ കഴിയാത്ത മാക്സിമാണ്. എന്റെ അഭിപ്രായത്തില് നമ്മൾ ഇവിടുന്ന് പിരിച്ചെടുത്ത 16 ലക്ഷത്തി ചില്ലാനും രൂപ എന്ന് പറയുന്നത് അതിന്റെ പരമാവധിയാണ്. ആ സ്കൂളിന്റെയും അതുപോലെ സബ് ജില്ലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്രയും എമൗണ്ട് എത്തിക്കാൻ പറ്റിയത്. എന്നിരുന്നാലും അത്രയും വലിയൊരു തുക പിരിച്ചെടുത്ത് അതോടൊപ്പം തന്നെ ബാക്കി തുക മുഴുവൻ ഏറ്റെടുക്കുകയും ഇനി അങ്ങോട്ടുള്ള ചികിത്സ വരെ ഏറ്റെടുക്കുകയും ചെയ്ത ഇദ്ദേഹത്തെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല. ഇതേപോലെയുള്ള മനുഷ്യസ്നേഹപരമായ പരിപാടികളിൽ പ്രവർത്തനങ്ങളിൽ എല്ലാ നാട്ടുകാരും പങ്കാളികളാവണം. മാത്രമല്ല ഇതിൽ പേരറിയാത്ത കുറെ ആളുകൾ, അതായത് ആരാണ് തന്നതെന്ന് പോലും അറിയാത്ത കുറച്ച് ആളുകൾ ഇതിനകത്ത് സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നു. കാരണം അവര് ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയരുതെന്നാണല്ലോ സാധാരണ പറയല്. അതേപോലെ ആരാണെന്നുള്ളത് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പണം നൽകിയവർ വരെയുണ്ട്. ഇവരൊക്കെ തീർച്ചയായിട്ടും വളരെ അഭിനന്ദനം അറിയിക്കുന്നു. ഏതായാലും നമ്മളെയും ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടാവും നാട്ടിലെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തണം. അതേപോലെ തന്നെ ഇത് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുറമെ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം കിട്ടിയില്ല, 2 ലക്ഷം കിട്ടിയവരുണ്ട്. ഇതെല്ലാം എല്ലാവരും പേർക്ക് നാട്ടിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കും. പുറമെ നിന്ന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പെരുമണ്ണേന്ന് ഞാൻ മനസ്സിലാക്കണം, പുത്തൂർ മഠത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നും 1-2 ലക്ഷം രൂപ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 16 പൂനൂരിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കമ്മിറ്റിക്കാരോടുമുള്ള നന്ദിയും കൂടി ഇവിടെ വെച്ചിട്ട് കൃത്യമായി പറയുന്നു. അതേപോലെ തന്നെ ചെറുപ്പക്കാർ സഹകരിച്ചിട്ടുണ്ട്, ബീച്ചിൽ വന്നിട്ടുണ്ട്, എല്ലാം മാറ്റി വെച്ച് ഓടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എനിക്ക് ഒരു അഭിമാനമുണ്ട്, ഫിറോസിന്റെ നാടും കൂടിയാണ് എന്റെ കൂടെ പഠിച്ച പോലീസുകാരൻ അല്ലെ ഫിറോസ്. ഇവിടെ അല്ലേ നമ്മളെ ഫിറോസ്? ജിഹാദ് ഉണ്ട്. ഫിറോസ് നിരവധിയായിട്ട് എന്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടെ നിൽക്കുന്ന ആളാണ്. അവന്റെ നാട്ടിലും കൂടിയാണ് നിൽക്കുന്നത്. ജിഹാദ് ഉണ്ട്. അങ്ങനെ ചെറുപ്പക്കാരെല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ട സേഫ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് ആൾ, മാഷുണ്ട്. അങ്ങനെ എല്ലാ ആളുകളോടുമുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഉള്ള നന്ദിയും സ്നേഹം അറിയിക്കണം. ഇനി ആരെങ്കിലും സംസാരിക്കണ്ട? സംസാരിക്കണം? കിറ്റോടെ ഒഫീഷ്യലായിട്ട് ഇനി എനിക്ക് നിങ്ങൾ ആരും മൊമെന്റോ തരരുത്. തരികയാണെങ്കിൽ നിങ്ങൾ കിറ്റോ പുസ്തകമോ ഒക്കെ ആയിട്ട് തരിക. നമ്മളുടെ ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിച്ച് വലിയ മെച്ചപ്പെട്ട രീതിയിലാക്കി തീർത്ത അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ നമ്മൾ അനുമോദിക്കുകയാണ്. ഒരു ഷാൾ അണിയിച്ചുകൊണ്ട് നമ്മുടെ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ഹുസൈൻകുട്ടിക്ക അമരക്കാരൻ എനിക്ക് പറയാനുള്ള മനസ്സെപ്പോഴും എന്താണോ അറിയാൻ പാടില്ല. എന്തും കേൾക്കൂലേ? നമ്മൾ കേട്ട് താഴോട്ട് പോയാല് നമ്മളെന്നും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ടോട്ട് ആഫിയത്ത് ഉണ്ടാവട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർ 4-5 വീടുകളടക്കം പൈത്രവന്മാരുടെ അടക്കല്ലേ നേതൃത്വം കൊടുക്കാൻ ഈ ഒരു ഐക്യം എന്നും ഇവിടെ നിലനിൽക്കണം. രാഷ്ട്രീയമൊക്കെ നല്ലതാണ്, അതിന്റെ കൂടെ ഐക്യം സ്ട്രോങ് ആവണം എന്നുള്ള കാര്യം കൂടി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളടക്കമുള്ള ആളോട് എല്ലാവരോടും നന്ദി. നാളെ ഇപ്പൊ തൃശ്ശൂർക്ക് പോവാണ്. നേരെ ഇവിടുന്ന് വീട്ടിൽ പോവാതെ തൃശ്ശൂർ എറണാകുളത്തേക്ക് പോവാണ്. എറണാകുളം മെഡിസിറ്റി പോയി വീഡിയോ എടുത്തിട്ട് വേണം തൃശ്ശൂരിൽ നാട്ടിൽ വന്ന് വീഡിയോ എടുക്കാൻ. അപ്പം ആ വീഡിയോ വരുന്ന സമയത്ത് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ സഹായിക്കണം. നിങ്ങൾ കമന്റും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കണം. ആ കിറ്റിന്റെ പുറത്ത് കട്ടയില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു ആളുകളെ ഇനി മൊമെന്റോ വേണ്ട. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ഷമീർക്ക ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചതാണ്. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് നൽകാറുള്ളത് നിങ്ങൾ മൊമെന്റോകളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന് സഹായിക്കുന്ന ആളുകളുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റി അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചത്. അത് നൽകുന്ന വീട്ടിലേക്കല്ല, ഇനി അതും ഭക്ഷണ കമ്മിറ്റികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ല, പുള്ളി ചേർത്ത് പിടിച്ചു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നൽകാൻ പാവപ്പെട്ടവർ സഹായിക്കുന്ന അതിലേക്കാണ് പ്രിയപ്പെട്ട സോമേട്ടന.
പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് മൊമന്റോകൾ വീട്ടിലുണ്ടായിട്ട് വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിലൊക്കെ ഒരുപാട് പാവങ്ങൾ നമ്മളെ വീട്ടിലേക്ക് നമ്മളെ ലിസ്റ്റായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ ഈ ഭക്ഷണ കിറ്റുകൾ ഉപകാരപ്പെടും. മൊമന്റോസും ബാക്കിയുള്ള ആളുകളൊക്കെ സംവിധാനമൊക്കെ ഒഴിവാക്കാം. താങ്ക് യു.